നമസ്കാരം. നമ്മുടെ പോർട്ടിലെത്തിയ ചില കപ്പലുകളുടെ കാര്യങ്ങളുമായി ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ്, അവസാനത്തെ സെയിലിംഗ് കമന്ററിയാണ് 2024. 2-3 ദിവസമായിട്ട് ഞാൻ ഒരു കപ്പൽ, നമ്മുടെ ഇവിടെ വന്ന ഒരു കപ്പൽ ട്രാക്ക് ചെയ്യുകയായിരുന്നു. MSC നൈറോബി 28-ാം തീയതി ഏകദേശം വൈകുന്നേരം 7 മണിയോടെയാണ് ഇവിടെ എത്തിയതായിട്ട് അവരുടെ രേഖകൾ കാണിക്കുന്നത്. 28-ാം തീയതി 19-11 നമ്മുടെ ഔട്ടറിൽ ഉണ്ടായിരുന്നു, പോർട്ട് ലിമിറ്റിലുണ്ടായിരുന്നു. പക്ഷെ പ്രവേശിക്കാൻ കഴിയുന്നില്ല. 2 കപ്പലുകളാണ്, മിഖേല ആൻഡ് അലീസി 3, 2 കപ്പലുകളായിരുന്നു ആ സമയത്ത് വാർഫിലുണ്ടായിരുന്നത്. അപ്പോൾ 28-ാം തീയതി വന്ന കപ്പൽ 28-ന് കയറുന്നില്ല, 29-ന് കയറുന്നില്ല, 30-ാം തീയതി പുലർച്ചെയാണ് കയറുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഏകദേശം 33 മണിക്കൂർ നമ്മുടെ ഇവിടെ ഒരു കപ്പൽ വന്നിട്ട്, MSC നൈറോബി എന്ന് പറയുന്ന കപ്പൽ വന്നിട്ട് 33 മണിക്കൂർ പുറംകടലിൽ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ നേരത്തെ പലപ്പോഴും വിലയിരുത്തി. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം പെട്ടെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ ഷാങ്ഹായ് പോർട്ടിന്റെ ചില കാര്യങ്ങളിലോട്ട് എന്നെ നയിച്ചു. അതിങ്ങനെയാണ് ഷാങ്ഹായ് പോർട്ടിന്റെ കാര്യം. യാങ്ബിൻ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഓഫ് SIPGS എന്ന് പറഞ്ഞാൽ ഷാങ്ഹായ് ഇന്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പ്, SIPGS പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് said that the growth is not just due to increasing export volumes, but also because of the rising number of international transfer containers and ship-to-ship operations. 5 കോടി തികഞ്ഞ ആ ലേഖനത്തിലാണ് ഞാനിത് കണ്ടതെങ്കിലും അത് ഡീപ്പായിട്ട് പോകാൻ കുറച്ച് സമയം കൂടി വേണ്ടി വന്നു. അപ്പോൾ മനസ്സിലായത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ഏറ്റവും കൂടുതൽ 5 കോടിയിൽ ഏകദേശം 60% കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്യുന്നതിന് അവർക്ക് ബെർത്തിന്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മൾ എന്തുമാത്രം വിവരക്കേടാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാധ്യതകൾ പോലും നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് ഒരാൾ പോലും ഈ വിവരം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഒരൊറ്റ മനുഷ്യർ ഈ വിവരം, ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് നമ്മളോട് പറയുന്നില്ല. He added that ship-to-ship transfers are expected to make up 60% of the port's total throughput in 2024. 5 കോടിയിൽ 60% അവർ ബെർത്ത് ഉപയോഗിക്കാതെയാണ് ഹാൻഡിൽ ചെയ്തത്. അടിയുടെ സിമ്പൽ, ബെർത്ത് വേണ്ട. 3 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്ത് എങ്ങനെയാണ്? ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ. പ്രിസൈസ്ലി ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഷിപ്പിൽ നിന്ന് അടുത്ത ഷിപ്പിലോട്ടുള്ള ട്രാൻസ്ഫർ ആണ് ട്രാൻസ്ഷിപ്മെന്റ്. അതാണ് ഷാങ്ഹായിൽ സംഭവിച്ചത്. 3 കോടി കണ്ടെയ്നർ. അപ്പോൾ നമുക്കും അതൊക്കെ ചെയ്തുകൂടെ? നമ്മുടെ പോർട്ട് ഡിസൈനേഴ്സ് ഇങ്ങനെ വല്ലതും ആലോചിച്ചോ? ഇതിന്റെ സാധ്യത എന്തെങ്കിലും നമ്മുടെ പോർട്ടിലുണ്ടോ? എപ്പോഴും ഇത്തരം സാങ്കേതിക കാര്യങ്ങളിൽ എനിക്ക് ഉപദേശം തരുന്ന പ്രവീൺ സുകുമാരൻ ഫ്രം സിംഗപ്പൂർ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താണ് ഈ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ? ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ നമ്മൾ കേട്ടിട്ടുള്ളത് ഫ്യൂവൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ക്രൂഡ് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, LNG ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, പെട്രോൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. മാൽദീവ്സിലൊക്കെ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. പക്ഷെ കണ്ടെയ്നർ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു. ഞാൻ പ്രവീണിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഇഫ് ഗിയർലെസ് ഷിപ്സ് ദെൻ ഫ്ലോട്ടിംഗ് ക്രെയിൻ ബാർജസ് ഹാവ് ടു ബി യൂസ്ഡ്. ഇത് പോസിബിൾ ആണ്. കപ്പലിന് സ്വന്തമായിട്ട് ക്രെയിൻ ഉണ്ടെങ്കിൽ ആ ക്രെയിൻ, അതാണ് ഗിയർ. കപ്പലിന് സ്വന്തമായിട്ട് ക്രെയിൻ ഉണ്ടെങ്കിൽ ആ ക്രെയിൻ ഉപയോഗിച്ച് തങ്ങളുടെ കപ്പലിലിരിക്കുന്ന കണ്ടെയ്നറിനെ അടുത്ത കപ്പലിലോട്ട് കൊടുക്കാം. അതില്ലെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് ക്രെയിൻ ഉപയോഗിക്കണം. ഫ്ലോട്ടിംഗ് ബാർജസ്, ക്രെയിനുള്ള ഫ്ലോട്ടിംഗ് ബാർജസ് കൊണ്ടുവന്ന് ഹാവ് ടു ബി യൂസ്ഡ്. സച്ച് ഓപ്പറേഷൻസ് ഹാപ്പൻ ഇൻ ഹോങ്കോങ്. അദ്ദേഹം ഹോങ്കോങ്ങിൽ പോയപ്പോൾ ഇങ്ങനെ ഷിപ്പ് ടു ഷിപ്പ് കണ്ടെയ്നർ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട്. നമ്മുടെ പോർട്ടിൽ അത്തരം സാധ്യതയുണ്ടോ? അത്തരം സാധ്യതകൾ നടപ്പിലാക്കാൻ ഇനി പറ്റുമോ?
നമ്മുടെ പോർട്ടിന്റെ ഡീറ്റെയിൽസിലോട്ട് വരുന്നതിന് മുമ്പ് ഇതിന്റെ തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. ഷിപ്പ് ടു ഷിപ്പ് കണ്ടെയ്നർ ട്രാൻസ്ഫർ, ഓൾസോ നോൺ ആസ് ട്രാൻസ്ഷിപ്മെന്റ്, ഈസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് കണ്ടെയ്നേഴ്സ് ഫ്രം വൺ ഷിപ്പ് ടു അനദർ while both vessels are at sea or in a port. കടലിലാവാം, ഇല്ലെങ്കിൽ പോർട്ടിനകത്താവാം. രണ്ട് കപ്പലുകൾ ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ, പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് കണ്ടെയ്നേഴ്സ് ഫ്രം വൺ ഷിപ്പ് ടു അനദർ. വെസൽ പൊസിഷനിങ്, അതിനുവേണ്ടി എന്ത് ചെയ്യണം, വെസൽ എന്ത് ചെയ്യണം, രണ്ട് വെസൽസ് എന്താണ് ചെയ്യേണ്ടത്? ദ ടു വെസൽസ്, ദ ഡോണർഷിപ്പ്, ആരാണോ കണ്ടെയ്നർ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, ദ ഡോണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടെയ്നിങ് ദി കണ്ടെയ്നേഴ്സ് ടു ബി ട്രാൻസ്ഫേർഡ്. ട്രാൻസ്ഫർ ചെയ്യേണ്ട കണ്ടെയ്നേഴ്സിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കണ്ടെയ്നർ ഷിപ്പാണ് ഡോണർഷിപ്പ്. ആൻഡ് ദി റിസീവർഷിപ്പ്, ഇത് സ്വീകരിക്കുന്ന ഷിപ്പ്, പൊസിഷൻ ദംസെൽസ് അലോങ് സൈഡ് ഈച്ച് അതർ, രണ്ടും ഒരുപോലെ വരണം. ഐദർ അറ്റ് ആങ്കർ ഓർ ഇൻ എ ഡെസിഗ്നേറ്റഡ് STS ഏരിയ. ഒന്നുകിൽ ആങ്കറേജിൽ ചെയ്യാം, വലിയ ഓളവും ഒഴുക്കവും ഒന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ആങ്കറേജിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ ഏരിയ, അവിടെ ഇത് ചെയ്യാം. ഇതാണ് ഇതിന്റെ തീരം. അപ്പൊ ഇത് ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്നു എന്നുള്ള ശാസ്ത്രമായി തെളിഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മുടെ തുറമുഖത്ത് ഇതിന് സാധ്യത ഉണ്ടോ ഇല്ലയോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ തുറമുഖത്തിന്റെ മൗത്തിന്റെ ചാനലിന്റെ വീതി 400 മീറ്ററാണ്. അതിനകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അപ്രോച്ച് ചാനൽ 400 മീറ്റർ, എൻട്രൻസ് 300 മീറ്റർ. ഇതാണ് നമ്മളെ പൊട്ടന്മാരാക്കിയ പോർട്ട് ഡിസൈൻ. അറ്റ്ലീസ്റ്റ് ഈ ബ്രേക്ക് വാട്ടർ എങ്കിലും കുറച്ച് 1 കിലോമീറ്റർ ഉള്ളിലോട്ട് എടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന STS ഓപ്പറേഷൻ നമുക്ക് നടത്താമായിരുന്നു. ബർത്ത് ഇല്ലെങ്കിൽ പുറംകടലിൽ കിടക്കുന്ന MSC നൈറോബി ഇതുപോലുള്ള കപ്പലുകൾ പലതവണയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള കപ്പലുകൾ വന്ന മണിക്കൂറുകളോളം ദിവസങ്ങളോളം പുറത്ത്, ഇപ്പോഴും ഒരു കപ്പൽ, 2 കപ്പൽ ഇപ്പോഴും കിടപ്പുണ്ട്, വിവിയാന കിടപ്പുണ്ട്, വേറെയും ഒരു കപ്പൽ കിടപ്പുണ്ട്, പേര് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫറിനുള്ള സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ ഇതിന്റെ ടേണിംഗ് സർക്കിൾ തന്നെ വലിയ മദർ വെസൽ 400 മീറ്ററുള്ള വെസൽ വരുമ്പോൾ തിരിഞ്ഞു പോകണമെങ്കിൽ അവർക്ക് 400 മീറ്ററോളം വീതി ഹാർബർ ബേസിനകത്ത് വേണ്ടി വരും. അപ്പോൾ 2 കപ്പലുകൾ അതിനകത്ത് കൊണ്ടിട്ട് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫറിങ് നടത്താൻ സാങ്കേതികമായി വലിയ ബുദ്ധിമുട്ടുണ്ട്, അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ തുറമുഖത്ത് അതിനുള്ള സാധ്യതയില്ല. അങ്ങനെയും നമ്മുടെ ഡിസൈൻ ചെയ്തവർ, ഉപജ്ഞാതാക്കൾ, വിശുദ്ധർ അങ്ങനെയും നമ്മളെ പറ്റിച്ചു. അപ്പോഴും അദാനി ഗ്രൂപ്പ്, അവരോടാണ് ഇനി ഒരു റിക്വസ്റ്റ്. ഇത് തികച്ചും സാങ്കേതികമായ കാര്യമാണ്. ഈ സാധ്യത ഇനിയും പരിശോധിക്കണം. കാരണം നമ്മുടെ കപ്പലുകളുടെ നീളത്തെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറ്. വീതി ഇപ്പോൾ ഉള്ള മിഖേല 48.32 മീറ്ററാണ് വീതിയുള്ളത്. LC3 ഇപ്പോൾ ഉള്ള LC3 29.8 മീറ്ററാണ്. അപ്പോൾ വീതി താരതമ്യേന കുറവാണ്. അപ്പോൾ നമുക്ക് 400 മീറ്റർ വീതി ഹാർബർ ബേസിന് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം സാധ്യത ഉണ്ടോ? 3 ദിവസം, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മിഖേല ഏകദേശം 3 ദിവസം ബർത്തിൽ അടുപ്പിച്ചിരിക്കുമെന്ന് നേരത്തെ അറിയാമെങ്കിൽ അത്രയും സമയത്തിനുള്ളിൽ 2 കപ്പലുകൾക്കെങ്കിലും വന്ന് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ നടത്തി പോകാൻ പറ്റുമോ എന്ന് അദാനി ഗ്രൂപ്പ് ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഒറ്റയടിക്കുന്നതൊന്നും സാധ്യമല്ല എന്ന് ചിലപ്പോൾ പറയാറുണ്ട്, തീരുമാനിക്കാറുണ്ട്. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ ഏറ്റവും പരിമിതമായ സാഹചര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉദാഹരണങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഗിവൺ സിറ്റുവേഷനിൽ പരിമിതമാണെങ്കിൽ പോലും, പലരും നമ്മളെ പറ്റിച്ചതാണെങ്കിൽ പോലും, ഉള്ള സാഹചര്യത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മിറക്കിൾസ് കാണിക്കാൻ പറ്റുമോ? അതിന് അങ്ങ് ലാറ്റിൻ അമേരിക്കയിലെ ഒരു ഉദാഹരണം ചിലപ്പോൾ നമ്മളെ സഹായിച്ചേക്കാം. നാവിഗേഷൻ ഓഫീസർ ബൈജു എനിക്ക് ലാറ്റിൻ അമേരിക്കയിൽ പോയപ്പോൾ കോസ്റ്റാറിക്ക എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പോർട്ടിൽ പോയപ്പോഴുള്ള അദ്ദേഹത്തിന്റെ അനുഭവം അയച്ചു തന്നു. കൽദേര എന്നാണ് പോർട്ടിന്റെ പേര്, കൽദേര, കോസ്റ്റാറിക്ക. അതൊരു വളരെ പ്രാഥമികമായ ഒരു ക്രൂഡ് സാഹചര്യങ്ങളിലാണ് അവർ ആ ജെട്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഓയിൽ കൊണ്ടുപോവാണെങ്കിൽ, ഫ്യൂവൽ കൊണ്ടുപോവാണെങ്കിൽ ആ സമയത്ത് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം കൂടി ചില പൈപ്പുകൾ, ചില കണക്ഷൻസ് ഒക്കെ എടുത്ത് ടെമ്പററി ആയിട്ട് തന്നെ ചില സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് ഉണ്ടാക്കി കപ്പലിൽ നിന്ന് ക്രൂഡ് പമ്പ് ചെയ്ത്, നമുക്കിവിടെയൊക്കെ എന്താണ് SBM എന്ന് പറയും, സിംഗിൾ ബോയ് മോറിംഗ് സിസ്റ്റം എന്ന് പറയും, ഉൾക്കടലിൽ നിന്ന് തന്നെ പമ്പ് ചെയ്ത് വലിയ ടാങ്കിലോട്ട് കയറ്റാൻ പറ്റുന്ന ടെക്നോളജിയൊക്കെ നമുക്കായി. പക്ഷെ കോസ്റ്റാറിക്ക ചെയ്യുന്നത്, കപ്പൽ വന്ന് നിൽക്കുമ്പോൾ ഈ പൈപ്പ് വഴി ടാങ്കർ ലോറി വന്ന് താഴെ നിൽക്കും, ടാങ്കർ ലോറി ഫില്ലാകും,
അപ്പോഴത്തേക്കും അടുത്തത് വരും. അങ്ങനെയാണ് കപ്പലിൽ നിന്ന് അവർ ഓയിൽ ഫ്യൂവൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതേ ജെട്ടി റോറോ വാഹനങ്ങൾ വരുമ്പോൾ ഇതെല്ലാം മാറ്റും. ഈ പൈപ്പും അതൊക്കെ മാറ്റിയിട്ട് വാഹനങ്ങൾ ഇറക്കാനുള്ള പരുവത്തിൽ, അതിനുള്ള സൗകര്യത്തിൽ ആ ജെട്ടി അവർ ഉപയോഗപ്പെടുത്തും. ഇത് രണ്ടും കഴിഞ്ഞ് ബൾക്ക്, എന്തെങ്കിലും ബൾക്കായിട്ടുള്ള സാധനങ്ങൾ, കോൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ, സെറീൽസ്, അതൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു വീപ്പ പോലെ ഒരു സാധനം, ഫണൽ പോലൊരു സാധനം കൊണ്ടുവച്ചിട്ട് അതിൽ നിന്ന് ഈ കപ്പലിൽ നിന്ന് പമ്പ് ചെയ്ത് ടാങ്കർ ലോറികളിലോട്ട് അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ലോറികളിലോട്ട് നിറച്ച് പല ലോറികൾ ഒരേ സമയത്ത് പാസ് ചെയ്ത് പോകുന്ന തരത്തിൽ ഇതിന്റെ ഡിസ്ചാർജിങ് പൂർത്തിയാക്കും. അപ്പോൾ ഒരു ജെട്ടി തന്നെ ഏറ്റവും കുറഞ്ഞത് 3 ആവശ്യത്തിനാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. അത് സംബന്ധിച്ച ബൈജുവിന്റെ ഒരു ചെറിയ നിരീക്ഷണം കൂടി നമുക്ക് കേൾക്കാം. ഇതിൽ വേറെ കാര്യമുള്ളത്, ഞങ്ങളുടെ ഷിപ്പ് വരുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ടൊരു ബൾക്ക് കാരിയർ ആയിരുന്നു. ബൾക്ക് കാരിയർ വരുമ്പോഴും അവർ ചെയ്യുന്നത്, ഈ ബൾക്ക് കാരിയറിൽ അവർക്ക് ഫിക്സ് ക്രെയിൻ ഉണ്ട്, ഈ കോള് കാര്യങ്ങൾ അൺലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഷോറിൽ വന്നിട്ട് ഈ ബാസ്ക്കറ്റ് പോലത്തെ വലിയൊരു എക്യുപ്മെൻ്റ് അവർ കൊണ്ടുവയ്ക്കും. അപ്പോൾ ക്രെയിനിൽ നിന്ന് ബൾക്ക് കാരിയർ നിൽക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ആ ബാസ്ക്കറ്റ് ഇടും. ബാസ്ക്കറ്റിൻ്റെ താഴെ വന്നിട്ട് ഈ ട്രക്ക് പോലത്തെ കുറച്ച് കാര്യങ്ങൾ നിൽക്കും. അത് ഫുള്ളും ട്രക്കിലൂടാകുമ്പം ഓരോ ട്രക്ക് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഉദാഹരണം ഇവിടെ പറയാൻ കാരണം, നമ്മുടേതും വളരെ പരിമിതമായ 800 മീറ്റർ വാർഫും 400 മീറ്റർ വീതിയുള്ള ബേസിനകത്ത് നമുക്ക് STS പോസിബിൾ ആണോ? ഇന്നലെ വരെ ചിന്തിച്ചില്ലെങ്കിൽ ഇന്ന് ചിന്തിക്കണം. കാരണം ചൈന 3 കോടിയാണ് ഈ STSലൂടെ, ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫറിലൂടെ കണ്ടെയ്നർ കൈകാര്യം. അവിടെ മൊത്തം 5 കോടിയിൽ 3 കോടിക്ക് ബെർത്ത് വേണ്ട. ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? നമ്മുടെ പരിമിതമായ സാഹചര്യത്തിൽ ഇന്നലെ വരെ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇനിയെങ്കിലും നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ള വിവരം അദാനി ഗ്രൂപ്പിനെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വരുന്ന കപ്പലുകളുടെ വീതിയും നീളവും പോർട്ടിന്റെ ഹാർബർ ബേസിനും ഒക്കെ അതിൻ്റെ ഒരു താരതമ്യത്തിന് പറ്റിയ ഒരു വീഡിയോ സുധീഷ് നായർ വിമാനത്തിലിരുന്നുകൊണ്ട്, ഇവിടെ AS ആൽവ അടുത്തിരുന്ന ദിവസമാണെന്നാണ് തോന്നുന്നത്, ഫീഡർ വെസൽ വാർഫിലുള്ള ദിവസം ഒരു മനോഹരമായ ആകാശ ദൃശ്യം നമുക്ക് കിട്ടുന്നുണ്ട്. പ്രേക്ഷകർക്ക് തന്നെ ഈ പറയുന്ന STS ഓപ്പറേഷൻ നമ്മുടെ പോർട്ടിനകത്ത് അല്പമെങ്കിലും സാധ്യമാണോ എന്നുള്ള ഒരു പ്രാഥമിക പഠനം നടത്തുവാൻ ഈ ദൃശ്യം ഉപകരിച്ചേക്കും.